നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2026 ജനുവരി 17 നടത്തിയൊരു പ്രഖ്യാപനം ആഗോള വിപണികളെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ കടുത്ത ഇറക്കുമതി നികുതി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് ഒരു നീക്കം നടത്തിയത്. ഈ നീക്കം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വലിപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണെങ്കിലും ജനസംഖ്യ തീരെ കുറഞ്ഞ ഗ്രീൻലാൻഡ് നിലവിൽ ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം കേവലം ഒരു മഞ്ഞുദ്വീപല്ല, മറിച്ച് തന്ത്രപ്രധാനമായ ഒരു കോട്ടയാണ്. മിസൈൽ ആക്രമണങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ലോകത്ത് ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഗ്രീൻലാൻഡ്. ഉത്തര ധ്രുവത്തിന് അടുത്തുള്ള ഇതിന്റെ സ്ഥാനം ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സഹായിക്കും. ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നതോടെ ഗ്രീൻലാൻഡിലെ വൻ എണ്ണവാതക നിക്ഷേപങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ആവശ്യമായ അപൂർവ ധാതുക്കളും ഖനനം ചെയ്തെടുക്കുവാൻ എളുപ്പമാകും. ഇത് ലോക സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലെത്തിക്കും. ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും വർദ്ധിപ്പിച്ചു വരുന്ന സ്വാധീനം തടയുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. ഗ്രീൻലാൻഡ് നിയന്ത്രിക്കുന്നതിലൂടെ ആർട്ടിക് മേഖലയിലെ ഏകാധിപത്യം അമേരിക്കയ്ക്ക് ഉറപ്പിക്കാം. ഞങ്ങൾക്കിത് സമാധാനപരമായ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ കടുത്ത നടപടികളിലൂടെയോ സ്വന്തമാക്കാം എന്ന ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഭീതിയാണ് പടർത്തുന്നത്. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്, ഫിൻലാൻഡ് എന്നീ 8 രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% അധിക ഇറക്കുമതി നികുതി ബാധകമാകും. എന്നാൽ ഇത് തുടക്കം മാത്രമാണെന്നും ഗ്രീൻലാൻഡ് പൂർണ്ണമായും അമേരിക്കയ്ക്ക് വിൽക്കാനുള്ള കരാറിൽ എത്തിയില്ലെങ്കിൽ ജൂൺ 1 മുതൽ ഈ നികുതി 25% ഉയർത്തുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. സേഫ്റ്റി, സെക്യൂരിറ്റി, സർവൈവ് ഓഫ് അവർ പ്ലാനറ്റ്, അതായത് ഭൂമിയുടെ സുരക്ഷയും നിലനിൽപ്പും അപകടത്തിലാണ് എന്നും അതുകൊണ്ട് ഈ നീക്കം അനിവാര്യമാണ് എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ട്രംപിന്റെ നടപടിയെ തികച്ചും തെറ്റായ നിലപാട് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. നാറ്റോ സഖ്യകക്ഷികളുടെ കൂട്ടായ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇതിനെ അപലപനീയം എന്നാണ് വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ വിളിച്ചത്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റ്യൻ തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അനുവദിക്കില്ലെന്നും തുറന്നടിച്ചു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇതെന്ന് ഓർമ്മിപ്പിച്ചു. അതിർത്തികളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം നടപടികൾ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വ്യാപാര യുദ്ധം കേവലം 8 രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ വർഷം വലിയ പ്രതീക്ഷയോടെ ഒപ്പിട്ട അമേരിക്ക യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുകൾ ഇതോടെ അപ്രസക്തമാവുകയാണ്. അമേരിക്കയുടെ ഈ ചതിക്കെണിക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ഫലം ഭീകരമായിരിക്കും. ഇതിന്റെ ഫലമായി ജർമ്മനിയിൽ നിന്നുമുള്ള BMW, മെഴ്സിഡസ് ബെൻസ് തുടങ്ങിയ ആഡംബര വാഹനങ്ങൾക്കും സ്വീഡൻ, ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ടെലികോം ഹൈടെക് ഉപകരണങ്ങൾക്കും വില കൂടുമെന്നതും അമേരിക്കൻ വിപണിയെയും ഉപഭോക്താക്കളെയും ഒരുപോലെ തന്നെ ബാധിക്കും. കൂടാതെ ഫ്രാൻസിലെ വൈൻ, ചീസ്, ബ്രിട്ടനിലെ വിസ്കി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾക്കും യൂറോപ്പിൽ നിന്നുമുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതി ഏർപ്പെടുത്തുന്നത് ആരോഗ്യ, കാർഷിക മേഖലകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. തിരിച്ചടി എന്നോണം ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്കും ഐഫോണുകൾക്കും നികുതി ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നത്. ഇതൊരു ആഗോള തലത്തിൽ, അതായത് ഓഹരി വിപണിയിലെ തകർച്ചയ്ക്ക് കാരണമായേക്കാം.
നിത്യോപയോഗ സാധനങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകളും സാധാരണക്കാരന് അപ്രാപ്യമാകും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കു മേൽ യൂറോപ്പ് നികുതി ഏർപ്പെടുത്തുന്നതോടെ ആഗോള വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരും. പണപ്പെരുപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കും. ഡോളറിന്റെ ആധിപത്യം ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള നീക്കം വിപരീത ഫലമാകും ഉണ്ടാക്കുക. നയതന്ത്ര ചർച്ചകൾക്ക് പകരം ഭീഷണികൾക്ക് മുൻഗണന നൽകുന്നത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്കിലും ജനങ്ങൾ തെരുവിലിറങ്ങി. ഗ്രീൻലാൻഡുകാർക്കുള്ളതാണ് എന്നും ഞങ്ങളുടെ രാജ്യം വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തി. ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസിക് ഫെഡറിക് നിൽസൺ തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. സർവേകൾ അനുസരിച്ച് 85% ഗ്രീൻലാൻഡ് നിവാസികളും അമേരിക്കൻ നിയന്ത്രണത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് ആളുകളാണ് ന്യൂക്കിലും കോപ്പൻഹേഗിലും പ്രതിഷേധിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഗ്രീൻലാൻഡുകാർ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ കാണുന്നത്. എങ്കിലും ഒരു സാമ്പത്തിക യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെയോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള തന്റെ അജണ്ടയിൽ നിന്നും ട്രംപ് പിന്മാറണമെന്ന് ആരും കരുതുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്മാറ്റത്തിന് ഇപ്പോൾ ട്രംപ് തയ്യാറുമല്ല. ഈ നീക്കത്തിന് മറുപടിയായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് പ്രതീകാത്മകമായി സൈനികരെ അയച്ചത്. നാറ്റോ സഖ്യത്തിൽ നിന്നും ചരിത്രത്തിലില്ലാത്ത വിധം വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്. ട്രംപ് തന്റെ സഖ്യകക്ഷികൾക്കെതിരെ നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം യഥാർത്ഥത്തിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ആഗോള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ ലഭിച്ച ഒരു സുവർണ അവസരം കൂടിയാണ്. നാറ്റോ എന്ന സുരക്ഷാ കവചത്തിനുള്ളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതോടെ അമേരിക്ക സ്വന്തം സുഹൃത്തുക്കളെ ശത്രുക്കളാക്കി മാറ്റുകയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ പരസ്പരം സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ പോരടിക്കുമ്പോൾ റഷ്യയും ചൈനയും തങ്ങളുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.